നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തുനിന്ന് തിക്കി തിരക്കി ആളുകൾ പോകുന്നതിന്റെ കാരണം കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ്. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസ് ഒക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. അല്ലേ, ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു. അല്ലേ, ഗതാഗത വകുപ്പ് മന്ത്രി, ഹേ മന്ത്രി, താങ്കളോടോ താങ്കളുടെ സർക്കാരിനോടോ നിങ്ങൾ അധികാരത്തിൽ കയറുന്നതിന് മുമ്പോ ശേഷമോ ഏതെങ്കിലും കേരളത്തിലെ വീട്ടമ്മമാർ, വനിതകൾ ഞങ്ങൾക്കിങ്ങനെ സൗജന്യ ബസ് യാത്ര വേണമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇത് നിങ്ങൾ കൊടുത്ത ഓഫറല്ലേ? എല്ലാവർക്കും സൗജന്യം. KSRTCയിൽ അങ്ങോട്ട് യാത്ര ചെയ്യാ, അതിന് പ്രിയദർശിനി എന്ന് പറയുന്ന ബസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊടുത്ത ഓഫറാണത്. അതിൽ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അവരെ ദരിദ്രരായി അഭിനയിക്കുകയാണ് എന്നും, അതേപോലെ തന്നെ അവരുടെ മക്കളെ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദാരിദ്ര്യ നാടകമാണ് എന്നൊക്കെ പറയാൻ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു മന്ത്രി? എങ്ങനെ കഴിയുന്നു? ഈ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയപ്പോൾ പലരും പറഞ്ഞു 60 വയസ്സായ പെൻഷൻ വാങ്ങുന്ന, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന വൃദ്ധരായ ആളുകൾക്കാണെങ്കിൽ അത് അവർക്കൊരു ഉപകാരമായിരിക്കും. എന്തിനാണ് എല്ലാവർക്കും സൗജന്യം എന്ന് ചോദിച്ച വീഡിയോ എന്റെ വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ 1,78,00,000 വരുന്ന സ്ത്രീജനങ്ങൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാകുക, അതിൽ ഭാഗം സ്ത്രീജനങ്ങൾ ഈ KSRTCയിൽ സൗജന്യ യാത്ര നടത്തിയാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ആർക്കുണ്ടാവും? കേരളത്തിലെ ഖജനാവിനുണ്ടാകും. ഈ പറഞ്ഞ KSRTCയിലെ ആ മേഖലക്കുണ്ടാവും. അതും അതേപോലെ തന്നെ പൊതുസമൂഹത്തിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും അധിക കാലം പോകൂല എന്ന് പറഞ്ഞുകൊടുത്തേക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് ഇത്തരത്തിൽ കേരളത്തിലെ ഓഫർ കൊടുത്ത് ആളുകളെ, സ്ത്രീകളെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ നോക്കിയിട്ട് പറയാണ് ഇവർ അഭിനയിക്കുകയാണ് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന താങ്കൾക്കൊക്കെ എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് കുറച്ചൊക്കെ തൊലിക്കട്ടി നല്ലോണം വേണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നത്. എന്താ പ്രസംഗം? ഞാൻ ആ പ്രസംഗം ഇങ്ങനെ കേട്ടിരിക്കുന്നു. നോക്കൂ, മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, ഇങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയാൽ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് മേഖല തകരൂട്ടോ എന്ന് പറഞ്ഞു. കാരണം 4 പണിക്കാർ അല്ലെങ്കിൽ 3 പണിക്കാർ, ഡ്രൈവറും ക്ലീനറും കണ്ടക്ടറും അടങ്ങുന്ന, ചെക്കറും അടങ്ങുന്ന 4 പണിക്കാരെ കൂട്ടിക്കോളി. അവരുടെ വീടിൽ 500 റുപ്യ കിട്ടാതെ അവർ പ്രയാസപ്പെടും. എത്ര ബസ്സിലാണ് ആളൊഴിഞ്ഞാണ്ട് പ്രയാസപ്പെട്ടു കൊടുക്കുന്നത്? എത്ര ബസ് ഓണേഴ്സാണ് അടവ് അടക്കാൻ പോലും ഒരു ദിവസത്തെ പൈസ കിട്ടാത്തതിന്റെ പേരിൽ ബസ്സൊക്കെ കട്ടമ്മ കയറിയത്? നമ്മൾ എത്ര വാർത്തകൾ കണ്ടു. അപ്പൊ യാതൊരു മുൻധാരണയും ഇല്ലാതെ നിങ്ങൾ നടത്തിയ ഇത്തരം എന്തിനാണ് നിങ്ങൾ ആ ഇന്ദിരാഗാന്ധിയോട് ഈ ക്രൂരത ചെയ്തത്? ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയോട് പോലും നിങ്ങൾ ആ ക്രൂരത ചെയ്തല്ലോ. അവരെ നിങ്ങൾ മാനം കെടുത്തല്ലേ ചെയ്തത്? അവരുടെ പേരിൽ ഗ്യാരണ്ടി പറഞ്ഞ് അതിലൂടെ പദ്ധതികൾ പാസാക്കി, എന്നിട്ട് അത് ജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, സ്ത്രീകളായ ആളുകൾ ഉപയോഗിക്കുമ്പോൾ അവരെ നോക്കിയിട്ട് ഇത്തരത്തിൽ പരാമർശം നടത്തുമ്പോൾ ഇത് ആരെയാണ് അവഹേളിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഏതായാലും ഇത് അങ്ങേയറ്റത്തെ മോശപ്പെട്ട പരാമർശമാണ്. ഇതിന് കുറെ വ്യാഖ്യാനങ്ങളും മറ്റുമൊക്കെ ആയിട്ട് മന്ത്രി രംഗത്ത് വന്നാലും, മന്ത്രി താങ്കൾ ഈ പറഞ്ഞു വെക്കുന്നത് ഇവിടുത്തെ ഈ കേരളത്തിലെ വീട്ടമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ, മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സൗകര്യമാണ്. ഈ ഓഫർ കൊടുത്തത് നിങ്ങളുടെ തീരുമാനമാണ്. അവരുടെ കുട്ടികളെ എവിടെ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ തീരുമാനമാണ്. അതിന് അവരെ പഴിചാരിയിട്ട് കാര്യമില്ല. ഇതൊക്കെ കൃത്യമായി പഠനത്തിന് വിധേയമാക്കി കുറച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നില്ല എന്ന് കേരളത്തിലെ ഇത് മനസ്സിലാക്കിയ സകലമാന ആളുകളും പറഞ്ഞപ്പോ എല്ലാവരും കിടന്ന് മയങ്ങിയിരുന്നു. ഇപ്പൊ എന്തായി? മന്ത്രിന്റെ നാവിൽ നിന്ന് തന്നെ ഇത്തരം വാക്കുകൾ വന്നു തുടങ്ങി.
അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇത് അധിക കാലം നീളൂല. ഇത് തന്നെയാണ് മുൻകൂട്ടി നമ്മളും പറഞ്ഞത്. ഏതായാലും അത്തരം പരാമർശങ്ങൾ അത് ശരിയല്ല. ഓഫർ കൊടുത്തത് ആരും ആവശ്യപ്പെട്ടിട്ടല്ല, അത് സർക്കാർ ഇപ്പൊ പുതിയതായിട്ട് വന്ന UDFന്റെ ആളുകൾ കൊടുത്ത ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടിയെ ഇനി സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? സർക്കാരിനുണ്ട്. പക്ഷെ അത് കടബാധ്യതയിലേക്ക് പോയി അതിന്റെ പരിണിത ഫലം ഈ കേരളത്തിലെ ഓരോ വ്യക്തിയും അനുഭവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് തള്ളിയിട്ടിട്ടാണ് നിങ്ങൾ ആ ഇന്ദിരാ ഗ്യാരണ്ടി ഇവിടെ നടപ്പിൽ വരുത്തുന്നത് എന്ന് നിങ്ങളെങ്കിലും അല്പം ചിന്തിച്ചാൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്തരം പരാമർശത്തോട് ശക്തമായ പ്രതിഷേധവും വിയോജിപ്പും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നടത്താൻ പാടില്ലാത്തതാണ് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.